എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സാഹസ്രം 254 ദിവസം. ഇന്നലെ പറഞ്ഞതിലൊരു തെറ്റുണ്ടായിരുന്നു. ഇന്നലെ 253 ദിവസമായിരുന്നു. ഇന്ന് 254 ദിവസം. നമ്മളിതാ 25 ദശകം പാരായണം ആരംഭിക്കുകയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെയാണ് നരസിംഹ അവതാര രംഗങ്ങളൊക്കെ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനു മുമ്പ് ഭക്തിക്ക് കാരണമായിട്ട് 6 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് നോക്കിയിട്ട് നമുക്ക്, ഇന്നലെ നമ്മൾ 9 പടികളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ചുരുക്കി ഒരു 6 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ഭക്തി ഉണ്ടാവുന്നത് ഭജനം കൊണ്ടാണ്. ഗീതയിൽ ഭഗവാൻ തന്നെ അരുളി ചെയ്തു, യേ ഭജന്തി തുമാം ഭക്ത്യ മയി യേ തേഷു ചാപ്യഹം എന്ന്. ആര് ഭക്തിയോടുകൂടി ഭജിക്കുന്നുവോ അവനിൽ ഭഗവാനും ഭഗവാനിൽ അവരും വർത്തിക്കുന്നു എന്ന് സാരം. അതായത് ഭജിക്കാൻ തുടങ്ങുമ്പോൾ ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടാവുമ്പോൾ ഭഗവാനും ഭക്തനും ഒന്നാവും. അതുതന്നെ അനുഭൂതി. സംസാരപീഡ കൊണ്ട് തപിച്ച് അത്യന്ത ദുഃഖിതന്മാരായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും എത്ര ക്ലേശം സഹിക്കുവാനും തയ്യാറായ ജിജ്ഞാസുക്കളായ മുമുക്ഷുക്കളാണ് ഭക്തിക്ക് അധികാരികളായിട്ടുള്ളവർ. ആ സംസ്കാരം ഉണ്ടാവാത്തത് കൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവാത്തത്. ദുഃഖം വർദ്ധിക്കുമ്പോൾ രക്ഷകനെ അന്വേഷിക്കുവാനുള്ള ശ്രദ്ധ സ്വാഭാവികമായും ഉണ്ടാവും. ശ്രദ്ധയുണ്ടാകുമ്പോൾ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഉള്ള ഭജനം കൊണ്ടാണ് ഭഗവാനോടെയും കിട്ടുന്നത്. വാക്കും മനസ്സും ശരീരവും ഒരുപോലെ സംസാരധർമ്മത്തിൽ നിന്ന് വിട്ട് ഈശ്വരനിൽ തന്നെ അത്യന്ത പ്രേമത്തോട് മുഴുകുന്നു എന്നതാണ് ഭജനത്തിൻ്റെ സ്വരൂപം. അങ്ങനെ മുറിവില്ലാതെ എപ്പോഴും മനസ്സുകൊണ്ട് ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചും വാക്കുകൊണ്ടും കീർത്തിച്ചും ശരീരം കൊണ്ട് പൂജാതി ഭഗവത് ധർമ്മങ്ങളെ ചേഷ്ടിച്ചും സംസാരധർമ്മങ്ങളെ സ്പർശിക്കുക പോലും ചെയ്യാതെ ഭഗവത് ഭജനം ചെയ്യുമ്പോൾ കാലം കൊണ്ട് ഭഗവാനിൽ അത്യന്ത പ്രേമമായ ഭക്തി ഉണ്ടാവുകയും വളരുകയും ചെയ്യും. ഭക്തി ഉണ്ടാവാനുള്ള സാധനാനുഷ്ഠാനങ്ങൾ പല ആചാര്യന്മാരും പല രൂപത്തിൽ കീർത്തിക്കാറുണ്ട്. ഏത് രൂപത്തിലുള്ള സാധനയായാലും വിഷയനിവൃത്തിയും ധാർമ്മികമായ ആധ്യാത്മിക ജീവിതവും അത്യന്താപേക്ഷിതമാണ്. അഹിംസ, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം തുടങ്ങിയ സാത്വിക ധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിക്കുക, ശ്രദ്ധയോടുകൂടി ഭഗവത് കഥകൾ കേൾക്കുക, ലജ്ജ വിട്ട് ഭഗവത് തിരുനാമങ്ങൾ ഉച്ചത്തിൽ ജപിക്കുക, കീർത്തനം, ധ്യാനം, പൂജ, നമസ്കാരം എന്നിവയെ ചെയ്യുക, അഗതികളെയും ആർത്തന്മാരെയും ഭഗവത് ബുദ്ധിയോടുകൂടി സേവിക്കുക, ശരീരവും വാക്കും മനസ്സും ദ്രവ്യവും ഗൃഹവും കുടുംബവും എന്നു വേണ്ട തൻ്റേതായ സർവസ്വവും ഈശ്വരങ്കൽ അർപ്പിക്കുക തുടങ്ങിയ നാനാതരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ട് ഒരാൾക്ക് ഭക്തി ഉണ്ടാവുകയും ഈ വക ആചാരങ്ങളെ കൊണ്ട് ഭക്തി ഉണ്ടായാലും ഇല്ലെങ്കിലും സത്സംഗം കൊണ്ട് തീർച്ചയായും പ്രേമസ്വരൂപിണിയായ ഭക്തി വളരും എന്നത് പരമാർത്ഥമാണ്. എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും ഭഗവത് സ്വരൂപികളായ മഹാജനങ്ങളുടെയും ഭഗവാന്റെയും കാരുണ്യപൂർവമായ അനുഗ്രഹം ഉണ്ടാവുക തന്നെ വേണം. ഭക്തിസാധനയിൽ അതിപ്രധാനമായ സത്സംഗവും ഭഗവത് ഭജനം തന്നെ. പുണ്യകർമ്മങ്ങളെ കൊണ്ട് ആർക്കാണോ ദുരിതം നശിച്ച് ചിത്തശുദ്ധി വന്നിരിക്കുന്നത് അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ദ്വന്ദ്വപീഡകളിൽ നിന്നും രക്ഷപ്പെട്ട് ദൃഢതയോടെ ഭഗവാനെ സേവിക്കാൻ പറ്റുന്നത്.
ഭഗവത് പ്രേമത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുകൂലമായ സാധന മഹൽ സംഘവും ഏറ്റവും പ്രതികൂലമായ ആചാരം ദുസ്സംഗവുമാണ്. വിജന സ്ഥലവാസം, ലോകബന്ധ പരിത്യാഗം, നൈഷ്കുണത്വം, യോഗക്ഷേമ നിരാസം, കർമ്മഫലത്യാഗം, കർമ്മസന്യാസം, നിർദ്വന്ദ്വത്വം, സർവകർമ്മ പരിത്യാഗം, മുറിവില്ലാത്ത ഭഗവത് പ്രേമം ഇവയും ഭക്തിക്കുള്ള സാധനകളാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഭക്തി ഉണ്ടാവാനുള്ള സാധന അനുഷ്ഠാനങ്ങളാണ് ഭഗവത് ഭക്തി. ഭഗവാനിലോട്ട് കൂടുതൽ അത് പ്രഹ്ലാദൻ നമുക്ക് കാണിച്ചു തരുന്നു. ആ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുവാനായിട്ട്, ആ ഹിരണ്യകശിപുവിനെ അനുഗ്രഹിക്കുവാനായിട്ട് ഭഗവാൻ തന്നെ നരസിംഹമൂർത്തിയായിട്ട് അവതരിക്കുന്ന രംഗമാണ് 25-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലൂടെ പാരായണം ചെയ്യാൻ പോകുന്നത്. നരസിംഹമൂർത്തിയും ഗുരുവായൂരപ്പനും ഗുരുനാഥന്മാരുടെയും ഒക്കെ അനുഗ്രഹം നമുക്കെന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ നരസിംഹമൂർത്തേ ശരണം. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാനത്തിൽ നരസിംഹാവതാരത്തെ തൻ്റെ മുന്നിൽ അപ്പോൾ നടക്കുന്നതായി ഭാവനയെ കണ്ട ഭക്തകവി തൽക്ഷണം പിന്നെ ഒന്നും പറയാൻ വയ്യാതെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അത് നിർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം എന്തുണ്ടായി എന്ന് പറയുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ അവതാര രംഗത്തെ കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ആ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അത് പാരായണം ചെയ്യാം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയന്നാഘൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭ്യുദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സന്ധപാതചലിതോപ്യംഭോജഭുർവിഷ്ടരാൽ. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭ്യുദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സമ്പപാത ചലിതോപ്യംഭോജഭുർവിഷ്ടരാൽ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ നരസിംഹമൂർത്തേ ശരണം. നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭക്തി ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കണം ഭക്തി ഉണ്ടാവാൻ. അതിന് പ്രാർത്ഥിച്ചാലേ അതിനുവേണ്ടി നാമം ജപിക്കണം. ഏത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നാമം ജപിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം
ഉണ്ടാവും. അതനുഭവമാണ്. അപ്പോൾ എല്ലാവർക്കും അതിനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിതാ 254 ദിവസത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഈ ചാനലിലെ ലിങ്കുകളൊക്കെ എല്ലാവരിലേക്കും എല്ലാ സജ്ജനങ്ങളിലേക്കും എത്തിക്കുക. പിന്നെയുള്ള കാര്യം മുഴുവനായിട്ടിരുന്ന് കാണുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി എല്ലാവരിലും ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ആ നരസിംഹമൂർത്തിയോട് നമുക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അനുഗ്രഹിക്കണമെന്ന്. നമ്മളെയും രക്ഷിക്കാൻ ആ നരസിംഹമൂർത്തി അവതാരം ചെയ്ത് എത്തട്ടെ എന്ന് നമുക്കും നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ വീഡിയോസൊക്കെ മുഴുവനായിട്ടിരുന്ന് കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുകൂടി ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസംഖ്യവർത്തനം സദാ ലോകക്ഷേമായ കുർവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാപ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. നരസിംഹാവതാര പ്രകരണം ദശകം 25 നമ്മൾ ആരംഭിക്കുകയാണ്. നരസിംഹാവതാരം എന്നുള്ളത് ഭഗവാന്റെ 3 തരത്തിലുള്ള അവതാരം നമ്മളിവിടെ പറയലുണ്ടായി. കല, അംശം, 4 തരം. പൂർണ്ണം, പരിപൂർണം. പരിപൂർണം ഒരു അവതാരമേ ഉള്ളൂ, ശ്രീകൃഷ്ണാവതാരം. കലാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ മുഴുവൻ കലാവതാരങ്ങൾ. അംശാവതാരം എന്ന് പറഞ്ഞാൽ ബലരാമസ്വാമികൾ, പരശുരാമൻ, ആ അവതാരങ്ങളൊക്കെ അംശാവതാരങ്ങളാണ്. പൂർണ്ണാവതാരത്തിൽപ്പെട്ടതാണ് ശ്രീരാമാവതാരം, നരസിംഹാവതാരം, വാമനാവതാരം, അത്തരത്തിലുള്ള അവതാരങ്ങൾ. അപ്പോൾ ഈ പൂർണ്ണാവതാരം എന്നുള്ളത് ഭഗവാന്റെ ശക്തി പരിപൂർണമായിട്ട്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ അപ്രമാദിത്വം പരിപൂർണമായിട്ട് പ്രകടിപ്പിക്കുന്ന അവതാരങ്ങൾ. വാമനൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം മഹാബലിയെ ത്രിഭുവനങ്ങൾ അളന്നെടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു. ഭഗവാൻ ശ്രീരാമൻ്റെ നമുക്കറിയാത്ത കഥയല്ലല്ലോ. നരസിംഹാവതാരവും അത്തരത്തിലൊരു കഥയാണ്. സംഗതി ഇൻസ്റ്റൻ്റ് അവതാരമാണ്. തൽക്കാലം എടുത്തൊരു അവതാരമാണ് നരസിംഹാവതാരമെങ്കിലും പൂർണ്ണാവതാര ഗണത്തിൽ പെടും. ആർക്കും സാധിക്കാത്തത് പരിപൂർണമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പൂർണ്ണാവതാരത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം, അകത്തല്ല പുറത്തല്ല മുകളിലല്ല ചോട്ടിലല്ല, ജീവനുള്ളതിനെ കൊണ്ടും ജീവനില്ലാത്തതിനെ കൊണ്ടും എന്നൊക്കെ ചോദിച്ച് വരം വാങ്ങിയിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ അന്ത്യം കുറിക്കാൻ ഭഗവാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ അത് സാധാരണ ഒരു ഈശ്വരന്മാർക്ക് പോലും അപ്രാപ്യമായ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പൂർണ്ണാവതാര ലക്ഷണമായിട്ട് പറയാറ്, അല്ലെങ്കിൽ ഒരു ലക്ഷണം. അപ്പോൾ ഈ നരസിംഹാവതാരം ഗുരുനാഥനൊക്കെ പറയാറുണ്ട്. ഇതിലേറ്റവും വലിയ ഇതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് വെളിപ്പെടണത് എന്നാണെങ്കിൽ, എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത് എന്ന് ആണെങ്കിൽ അതിൻ്റെ സ്ഥാനം നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറയാറ്. ഭാഗവതത്തിൽ നടുക്കിലുള്ള 7-ാം സ്കന്ധത്തിൽ അതിൻ്റെ മധ്യത്തിലുള്ള 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മധ്യത്തിലുള്ള ശ്ലോകത്തിൽ അതിൻ്റെ മധ്യത്തിലുള്ള വരിയിലാണ് ഭഗവാന്റെ അവതാരം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം മധ്യം എന്നുള്ളത് നമുക്കറിയാം.
മദ്യം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മധ്യമല്ല. മധ്യഭാഗം എന്നുള്ളത് പറയുമ്പോൾ ഹൃദയഭാഗം എന്നാണ് അർത്ഥാക്കുന്നത്. അപ്പോൾ ആ ഹൃദയഭാഗം എന്നുള്ളത് ഹൃദയത്തിന് എത്ര പ്രാധാന്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഭാഗവതത്തിൽ നരസിംഹാവതാരം പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൻ്റെ ഹൃദയഭാഗത്താണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ ഈ പൂർണ്ണാവതാരം വർണ്ണിക്കാൻ വേണ്ടി ഇപ്പോൾ വാമനാവതാരത്തെ നോക്കിക്കഴിഞ്ഞാൽ 8 അധ്യായം കൊണ്ടാണ് വാമനാവതാരം പറഞ്ഞിരിക്കുന്നത്. ശ്രീരാമാവതാരം വളരെ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ പറയപ്പെട്ടിട്ടുള്ളത് കൊണ്ട് 2 അധ്യായം കൊണ്ട് ഒതുക്കി ശ്രീശുകൻ. നരസിംഹാവതാരം നോക്കിയാലും 8 അധ്യായം. ഇപ്പോൾ പൂർണ്ണാവതാരങ്ങൾ മുഴുവൻ വർണ്ണിക്കാനും കുറേ സമയം എടുത്തിട്ടുണ്ട്. ഭട്ടതിരിപ്പാടിയുടെ ഒരൊറ്റ ദശകം കൊണ്ട് 7 അധ്യായം പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ 8ാമത്തെ അധ്യായത്തിൻ്റെ പകുതി വരെ എത്തി. അതൊരു ദശകം കൊണ്ടാണ്. അപ്പോൾ ഓരോ ദശകത്തിൽ ഓരോ അധ്യായം, ഓരോ ശ്ലോകത്തിൽ ഓരോ അധ്യായം. അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പറഞ്ഞു വരുന്നത് നാരായണീയത്തിൻ്റെ മധ്യമായിട്ടില്ല, പാദമേ ആയിട്ടുള്ളൂ. 100 ദശകങ്ങളുള്ളതിൽ 25ാമത്തെ ദശകം. ഈ പാദത്തിന് പ്രാധാന്യമുണ്ട്. മധ്യത്തിനെ പോലെ തന്നെ പാദത്തിനും പ്രാധാന്യമുണ്ട്. ആദ്യ മധ്യ അന്തം എന്നാണല്ലോ പറയാറ്. ഈ പാദമില്ലെങ്കിൽ ബാക്കിയൊന്നുമില്ലല്ലോ. ഹൃദയം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ശരീരം പരിപൂർണമാവണമെങ്കിൽ, ശരീരത്തിൻ്റെ ഉപയോഗം പരിപൂർണമാവണമെങ്കിൽ പാദം കൂടി വേണമല്ലോ. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ ഹൃദയഭാഗത്താണ് നരസിംഹാവതാരം വർണ്ണിക്കപ്പെട്ടതെങ്കിൽ നാരായണീയത്തിൻ്റെ പാദഭാഗത്താണ് നരസിംഹാവതാരം വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ പാദത്തിനും പ്രാധാന്യമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണല്ലോ. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് പുരുഷ സൂക്തം. വിശ്വാഭൂതാനി, വിശ്വാനി ഭൂതാനി എന്നുവെച്ചാൽ പ്രപഞ്ചത്തിലെ ഭൂതഗണങ്ങൾ മുഴുവൻ, ജീവജാലങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്, വിശ്വങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് പാദത്തിൽ നിന്നാണ്. പാദമായിത്തീരുന്നതാണത് ഭഗവാന്റെ. അങ്ങനൊരു പ്രാധാന്യം അതിനുണ്ട്. ഭട്ടതിരിപ്പാട് തന്നെ അവസാനം പറഞ്ഞതെന്താ? ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാര്യാം നിവാസ. മുക്തി ആഗ്രഹിക്കുന്നവരുടെ നിവാസസ്ഥാനം. പിന്നെയോ ഭക്താനാം കാമവരുഷദ്യുതരു കിസലയം. ദ്യുതരു എന്ന് പറഞ്ഞാൽ കൽപ്പതരു. കാമവരുഷ ദ്യുതരു കിസലയം. അപ്പോൾ കാമത്തെ വാരികോരി കൊടുക്കുന്ന, നടത്തി കൊടുക്കുന്ന കൽപ്പവൃക്ഷമാണ് അവിടുത്തെ പാദം. അപ്പോൾ പാദം ഭഗവത് പാദമാകുമ്പോൾ പ്രത്യേകിച്ചും അതിനൊരു പ്രാധാന്യമുണ്ട്. ഭഗവത് പാദം എന്നുള്ളതല്ല, നമ്മളൊക്കെ ഭഗവാന്മാരാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ പാദത്തിന് നമ്മുടെ പ്രാധാന്യമുണ്ടല്ലോ വാസ്തവത്തിൽ. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രാധാന്യം. അപ്പം ഭാഗവതം ഏതാണ് കൂടുതൽ പ്രാധാന്യം എന്ന് മാത്രമേ സംശയമുള്ളൂ. ഹൃദയമാണോ വേണ്ടത്, പാദമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഹൃദയമില്ലാതെ പാദമില്ലല്ലോ. ഹൃദയമില്ലാതെ പാദത്തിന് ഉപയോഗമില്ല. പാദമില്ലാതെ ഹൃദയത്തിൻ്റെ ഉപയോഗം പരിപൂർണമാകുന്നില്ല. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഹൃദയഭാഗത്തും ഭട്ടതിരിപ്പാട് നാരായണീയത്തിൻ്റെ പാദഭാഗത്തും കാണാവുന്ന വിശേഷപ്പെട്ട അവതാരത്തിലേക്കാണ് നമ്മൾ ഭാഗ്യം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നരസിംഹാവതാരം ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നത് വലിയൊരു ഭാഗ്യമായി. ഇന്ന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താ? ആറ്റുകാൽ ദേവിക്ക് കോടിക്കണക്കിന്, ലക്ഷം എന്നുള്ളതിൻ്റെ ഭാഷ മാറ്റണം, കോടിക്കണക്കിന് അമ്മമാർ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഈ പൊങ്കാല സമർപ്പണത്തിൻ്റെ ഒരു ഭാവവും കുറച്ച് രൗദ്രഭാവം തന്നെയാണല്ലോ അമ്മയുടെ. സകല അഭീഷ്ടസിദ്ധിക്കാണ് പൊങ്കാല സമർപ്പിക്കുന്നത് അമ്മമാർ. അപ്പം ഏറ്റവും രൗദ്രഭാവത്തിലൊരു ഈശ്വരൻ നിൽക്കുമ്പോഴാണ് ഭക്തന്മാർ സ്തുതിക്കുക. അപ്പോഴാണ് ഭക്തന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവർ കൊടുക്കുക. മറ്റേത് ഇതിന് ശാന്തമായിട്ടുള്ള ഭാവത്തിലാണെങ്കിൽ അവർ കുറേ പരീക്ഷിക്കും. നല്ല ടെമ്പറേച്ചറിൽ നിൽക്കണതെങ്കിൽ, ഇപ്പോൾ നരസിംഹാവതാരം കഴിഞ്ഞ് പ്രഹ്ലാദനെ സകലത്തിനുമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് ഭഗവാൻ.
അപ്പോൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്ന ഈ വേളയും നമ്മുടെ നാരായണീയ സാഹസ്രത്തിലെ ഈ നരസിംഹാവതാരം ഒരു ദിവസം വന്നത്, നരസിംഹാവതാരം എന്നുള്ളതിൻ്റെ പ്രസ്താവമായിട്ടില്ല, നരസിംഹാവതാരത്തിൻ്റെ ആരംഭമേ ആയിട്ടുള്ളൂ നമ്മൾ ഈ ദിവസം ശ്ലോകം. പക്ഷെ മതി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം ഒരുക്കി വച്ചിരിക്കുന്നു ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ. അപ്പോൾ രൗദ്രവേഷം നടിക്കുന്ന ഭഗവാൻ അതിരൗദ്രനായിട്ടുള്ള ദൈത്യ കുഞ്ചര എന്ന് നാരദ മഹർഷിയോടെ പറയുന്നുണ്ട്. ഭഗവാൻ സിംഹമായിരുന്നുവെങ്കിൽ ഹിരണ്യകശിപു ആനയായിരുന്നു എന്നാണ്. ആനയും സിംഹവും ബദ്ധശത്രുക്കളാണല്ലോ ജന്മനാ തന്നെ. ഇതിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. സിംഹം കാട്ടിലെ രാജാവായതുകൊണ്ട് തന്നെ അത് ആ ഒറ്റ കാരണം കൊണ്ടാണ്. ചാടി 13 അടി ഉയരമുള്ള ഒറ്റയാൻ്റെ മസ്തകത്തിലേക്ക് സിംഹം അടിക്കുത്രേ. അത് അവനുള്ള പ്രത്യേക കഴിവ്. അതുകൊണ്ടാണ് അയാളെ രാജാവായിട്ട്, കാട്ടിലെ രാജാവായിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ സിംഹമാണോ ആനയാണോ വലുതെന്ന് ചോദിച്ചാൽ ദൈത്യ കുഞ്ചര എന്ന് നാരദൻ പ്രയോഗിച്ചിരിക്കുന്നത് മനഃപൂർവ്വമാണ്. കാരണം എപ്പോഴും സിംഹത്തിന് മുമ്പിൽ ആന തോൽക്കും മിക്കവാറും. ആനയ്ക്ക് ആ വലിപ്പമുണ്ട്, പരാക്രമമുണ്ട്. പക്ഷെ വലിപ്പം കുറവാണെങ്കിലും പരാക്രമം കൂടും സിംഹത്തിന്. ഒന്ന് സിംഹത്തിൻ്റെ സ്വതവേയുള്ള ഒരു ശൗര്യം അല്ലെങ്കിൽ ഗാംഭീര്യം. ആന ഒരു മണ്ടൻ ജീവിയാണല്ലോ. ആന ഒരു ബുദ്ധിപൂർണ്ണ ജീവിയാണ് ആന. ആനയ്ക്ക് ആസക്തി കൂടും, സിംഹത്തിന് ആസക്തിയില്ല. ആ അർത്ഥത്തിലും ഹിരണ്യകശിപുവും ഭഗവാനും ആനയും സിംഹം തന്നെയാണ്. ആസക്തി കൂടുതലുള്ള ജീവിക്ക് എപ്പോഴും ദൗർബല്യം കൂടും. നമ്മളൊക്കെ കുഴപ്പക്കാരായത് അതുകൊണ്ടാണ്. നമുക്കൊക്കെ ആസക്തി കൂടുതലുകൊണ്ടാണ് ദൗർബല്യം കൂടുന്നത്. അപ്പം ഇന്ന ദൗർബല്യം എന്നില്ല, എന്തെങ്കിലും ഒരു ദൗർബല്യം നമുക്ക് സംഭവിക്കും. ഏത് സാധനത്തിനോടെങ്കിലും ആസക്തി ഉണ്ടായാൽ മിക്കവാറും അതേ ആസക്തിയുള്ള സാധനത്തിന് മുമ്പിൽ തന്നെയാണ് ദൗർബല്യം ഉണ്ടാവുക നമുക്ക്. അതിനെക്കുറിച്ച് തന്നെയായിരിക്കും ദൗർബല്യം. കാശാണെങ്കിൽ കാശ്, സ്ഥാനമാണെങ്കിൽ സ്ഥാനം, ഇനി മറ്റ് ഭൗതിക വികാരങ്ങളാണെങ്കിൽ അത്. ആ ആസക്തി തന്നെയാണ് ആ ദൗർബല്യമായിട്ട് മാറുക. അപ്പോൾ ഇതാണ് ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് നിർഗുണനായിട്ടുള്ള ഭഗവാൻ. നിർഗുണനായിട്ടുള്ള ഭഗവാൻ ഒരാസക്തിയില്ല. ഹിരണ്യകശിപുവിന് അധികാരം, തൻ്റെ വംശം, പ്രതികാരം, ഈ വക കാര്യങ്ങളോട് ഹിരണ്യകശിപുവിന് ആസക്തി ഉണ്ടായിരുന്നു. അതന്നെ അദ്ദേഹത്തിൻ്റെ ദൗർബല്യമായിട്ട് മാറി. ആ ദൗർബല്യം തന്നെ മുതലാക്കി ഭഗവാൻ അദ്ദേഹത്തിനെ നിഗ്രഹിക്കുകയാണ്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. സത്യം വിധാതും നിജഭൃത്യഭാഷിതം, തൻ്റെ ഭക്തൻ്റെ വാക്ക് സത്യമാക്കി ഭവിക്കാൻ വേണ്ടി വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന, തൻ്റെ വ്യാപ്തി കാണിക്കാൻ എല്ലാ ജീവജാലങ്ങളിലും ആത്മഭാവത്തിൽ കുടികൊള്ളുന്ന തൻ്റെ സ്വയം. അതുകൊണ്ടാണ് പൂർണ്ണാവതാരങ്ങളിൽ നരസിംഹാവതാരം പെടാൻ കാരണം. വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന, ആത്മാവിൻ്റെ വ്യാപ്തി അഖിലഭൂതങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ വ്യാപ്തിയെ ഹിരണ്യകശിപുവിന് മുമ്പിൽ നിമിഷങ്ങളെ കൊണ്ട് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു. അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ. ആചാര്യന്മാർ മറ്റൊന്ന് പറയാറുള്ളത്, അത്യദ്ഭുതം എന്ന് ശ്രീശുകനോ അല്ലെങ്കിൽ ആചാര്യന്മാർ പ്രയോഗിച്ചിരിക്കുന്ന ഒറ്റ ഘട്ടം ഈ നരസിംഹാവതാരം മാത്രമേ ഉള്ളൂ എന്നാണ്. തം അദ്ഭുതം പാലകെന്ന് കൃഷ്ണാവതാരത്തിന് തന്നെ അത്ഭുതം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ധന്വന്തരിമൂർത്തിയെ പരമാത്ഭുത എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നരസിംഹമൂർത്തിയെ വിശേഷിപ്പിക്കാൻ അത്യദ്ഭുതരൂപമുദ്വഹൻ. തദൈവ തസ്മിന്നിനദോതി ഭീഷണ ബഭൂവയേനാണ്ടകടാഹമസ്ഫുടൽ യം വൈ സ്വധിഷ്ണ്യോപഗതം ത്വജാദയഃ ശ്രുത്വാ സ്വധാമാപ്യയമംഗമേനിരേ. കൃത്യം ആ ശ്ലോകമാണ് ഇവിടെ. സ്തംഭം തതാടാതിബലസ്വമുഷ്ടിന. അരേ ക്വാസൗ എന്നാണ് കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാനം ചോദിച്ചത്. അരേ എന്നുള്ളത് സാധാരണ ഹിന്ദിക്കാർ പറയാറുള്ള വാക്കാണ്.
സംസ്കൃത പദമാണ്. രണ്ട് തരത്തിലുണ്ട്. അരയെന്ന് വിളിച്ചത് എടാ ശത്രു എന്നുള്ള അർത്ഥത്തിലും അരി എന്ന് പറഞ്ഞ ശത്രുവാണല്ലോ. അപ്പം ശത്രു എന്നുള്ള അർത്ഥത്തിലും വിളിച്ചതാണ്. ക്വാസോ എവിടെയാണോ നീ പറയണത്, എവിടെയാണ് നിങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച ഘട്ടത്തിൽ സ്തംഭം തഥാട് അതിബലസ്വമുഷ്ടിന, അതിബലവാനായിട്ടുള്ള അദ്ദേഹം തൻ്റെ മുഷ്ടി കൊണ്ട് സ്തംഭത്തിലേക്ക് കനത്തൊരു പ്രഹരമേൽപ്പിച്ചു എന്നാണ്. തദൈവ തസ്മിന്നിനദോതി ഭീഷണ, അപ്പോൾ തന്നെ സ്തംഭത്തിലിടിച്ച ആ സമയത്ത് തന്നെ അതിഭീഷണോ നിനദ, അതിഭീഷണമായ അതിഭീകരമായ ഒരു ശബ്ദം അതിൻ്റെ പുറത്തേക്ക് വന്നു. ബഭൂവയേന അണ്ഡകടാഹം അസ്ഫുടൽ, അണ്ഡകടാഹം സ്ഫോടനം ചെയ്തു എന്നാണ്. അണ്ഡകടാഹം മുഴുവൻ ഞാൻ കേട്ടു. അണ്ഡകടാഹം എന്നുള്ളതിൻ്റെ ആകൃതി നമ്മൾ 10-11 ദശകത്തിലൊക്കെ കേട്ടതാണ്. ആ അണ്ഡകടാഹം കൊണ്ട് ബ്ലാസ്റ്റഡ് എന്നർത്ഥം, പൊട്ടിത്തെറിച്ചു. അണ്ഡകടാഹം അസ്ഫുടൽ എം വൈ സ്വധിഷ്ണ്യോപഗതം ത്വര്യാദയ, ബ്രഹ്മാദി ലോകപാലന്മാരൊക്കെ തൻ്റെ ധിഷ്ണ്യത്തിൽ നിന്ന്, തൻ്റെ മടിത്തടത്തിൽ നിന്ന്, തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചോട്ടിലേക്ക് വീണു എന്നാണ്. ശ്രുത്വാ സ്വധാമാപ്യമംഗമേനിരേ, കണ്ടിട്ടല്ല ആരും ആ സമയത്ത് ഭഗവാനെ കണ്ടിട്ടില്ല നരസിംഹരൂപത്തിൽ. ഇത് കേട്ടപ്പോൾ തന്നെ കെട്ടിപ്പറഞ്ഞു വീണു എന്നാണ്. അപ്പോൾ ആ ഭീഷണമായിട്ടുള്ള ശബ്ദത്തിൻ്റെ വലിപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ കേട്ടവരൊക്കെ കെട്ടിപ്പറഞ്ഞു വീണുവെങ്കിൽ ശബ്ദത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളിപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് തിയേറ്ററുകൾ ഉണ്ടല്ലോ, ഈ തിയേറ്ററുകളിൽ ചെന്ന് ഹൈപ്പറായിട്ടുള്ള മ്യൂസിക് ഉള്ള സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലറുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ശബ്ദം കൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്ന കസേരയൊക്കെ അങ്ങനെ കിടുകിടുകിടുന്ന് പറയുന്ന അനുഭവം ഉണ്ടാവും. അത് തന്നെയാണ് ശബ്ദം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അങ്ങോട്ട് സ്ഫോടനം പോലെ പ്രപഞ്ചം പൊട്ടിത്തെറിച്ചതാണോ എന്ന് സംശയമാകുന്ന രീതിയിലായിരുന്നു ആ ശബ്ദം എന്നാണ്. ചെറിയൊരു ബോംബ് പൊട്ടുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തൊരു 50 മീറ്ററോളം നിൽക്കുന്നവരുടെ കഥ കഴിയും മിനിമം. അപ്പോൾ അത്രയും അതിന് കഴിയുമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങോട്ട് സ്ഫോടനം ചെയ്താലോ, പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതായിരുന്നു അവിടെ സംഭവിച്ചത് എന്നാണ്. സസത്വമേനം പരിതോപി പശ്യൻ സ്തംഭസ്യ മധ്യാദനു, ശ്ലോകം മാറിപ്പോയി. തദൈവ തസ്മിൻ എന്നാണ് നാരദന്റെ പ്രയോഗം. തസ്മിൻ എന്നാണ്, തസ്മാൽ എന്നല്ല. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇടിച്ച തൂണിൽ ശബ്ദം കേട്ടു എന്നാണ്. ആ തൂണിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു എന്നല്ല, ആ തൂണിലൊരു ശബ്ദം കേട്ടു. അപ്പം അതാ പ്രയോഗത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. നമ്മൾ സ്വതവേ എന്താ പറയുക, തൂണുമ്പോൾ ഒരു ഇടി കൊടുത്താൽ ആ തൂണിൽ നിന്നൊരു ശബ്ദം കേട്ടു എന്നാണ് പറയുക. ഈ തൂണിൽ നിന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്തുനിന്നും ആവാം. തസ്മിൻ എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. അതിഭീഷണോ ബഭൂവയേനാണ്ഡകടാഹം അസ്ഫുടൽ. അണ്ഡകടാഹം മുഴുവൻ കിടന്നങ്ങനെ വിറയ്ക്കുന്ന, വട്ടം കറങ്ങുന്ന രീതിയിലുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ഉള്ളിൽ. ഇപ്പോൾ നമ്മൾ അതിനൊരു ഉദാഹരണം പറയാൻ, ഒരു പാത്രം നമ്മുടെ കയ്യിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ളത് അതെന്തോ ആയിക്കോട്ടെ പൊട്ടിത്തെറിച്ച, പണ്ട് കാലത്ത് ഈ വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കുമ്പോൾ ശബ്ദം കൂടാൻ വേണ്ടി ചെമ്പുകലത്തിൻ്റെ ഉള്ളിൽ വെച്ച് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. എന്നതുപോലെ ഈ ഉള്ളിലുള്ള പൊട്ടിത്തെറി എങ്ങനെയായിരിക്കും? അതാണ് അണ്ഡകടാഹത്തിൻ്റെ ഉള്ള് പൊട്ടിത്തെറിക്കണ പോലെയുള്ള ഒരു ശബ്ദം കേട്ടു എന്നാണ്. വാട്ടെവർ. ഇത് രണ്ടും സുപ്രമെൻ്റൽ ആണ്. എന്ന് വെച്ചാൽ നമുക്കിത് ചിന്തിക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. ഈ ശബ്ദം പ്രപഞ്ചം പൊട്ടിത്തെറിക്കുമ്പോഴത്തെ ശബ്ദം എന്താണെന്ന് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നിങ്ങൾ സുനാമി വീഡിയോ കണ്ടിട്ടില്ലേ?
അതിൽ ആ കടലിരമ്പി വരുമ്പോഴത്തെ ശബ്ദം എന്താണെന്ന് ആലോചിച്ചു. പേടിപ്പെടുത്തുന്ന ആ ശബ്ദം അത്രയ്ക്കുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം പൊട്ടിത്തെറിക്കുമ്പോഴത്തെ ശബ്ദം എന്തായിരിക്കും? അതിൽ നിന്ന് പ്രപഞ്ചത്തിലുള്ളവർക്ക് ഉണ്ടാകുന്ന ഭീതി എന്തായിരിക്കും? അത് ആണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് ഭട്ടതിരിപ്പാടും നാരദ മഹർഷി ദേവഋഷിയൊക്കെ പറയണത്. അവർ കണ്ടവരാണ്. ശ്രുത്വാസുധാമാപ്യമംഗമേനിരേ, അവർ ദൂരെ നിന്ന് ഈ ഭഗവാനെ കണ്ട ആൾക്കാരാ. അവ കണ്ടവർക്കാണല്ലോ ഇതിൻ്റെ എക്സ്പീരിയൻസ്, അനുഭവം എന്തിൻ്റെ ആയാലും കൂടുതൽ പറയാൻ സാധിക്കുക. അപ്പം പക്ഷെ ഭട്ടതിരിപ്പാട് കണ്ടിട്ടില്ല. ഭട്ടതിരിപ്പാടിന് ഒരു പക്ഷേ ഭഗവാൻ അവിടെ ഒരു അനുഭവം ഉണ്ടാക്കി കൊടുത്തിരിക്കണം, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം വായിക്കുന്നത് കേട്ടാൽ കണ്ട പോലെയാണ്. അനുഭവം എന്നുള്ളത് മാനസികാനുഭവം ഉണ്ടല്ലോ. നമ്മൾ ഒരു പാട്ട് കേൾക്കുന്നു. ഒരു പാട്ട് കേൾക്കുമ്പോൾ ചിലർ അതിൻ്റെ കവിതാഭാഗം ശ്രദ്ധിക്കുന്നു. ആ കവിതാഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കവിത ആഗ്രഹമുള്ളവർക്ക് ആ കവിതയാണ് അവർ കേൾക്കുക അവിടെ. ചിലർക്ക് അതിൻ്റെ പെർക്യൂഷൻ, ഇപ്പോൾ ലളിതാ സംഗീതമാണെങ്കിൽ അതിൻ്റെ പെർക്യൂഷൻ എന്നൊക്കെ പറയും, ഡ്രമ്മോ തബലയോ അത് ഉപയോഗിച്ചിരിക്കുന്ന രീതി. ചിലർക്ക് അതിൽ വന്നിരിക്കുന്ന കീബോർഡിൻ്റെ ഡിഫറൻസുകൾ, അതാവും ചിലരുടെ ആകർഷണം. ചിലർക്ക് അതിൽ ഗിറ്റാറിലെ പ്രയോഗമായിരിക്കും. ഓരോരുത്തർക്ക് ഏതാണോ രുചി വരിക അതാണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ മനുഷ്യൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ ക്ലിയറായിട്ട് കേൾക്കുകയും ചെയ്യും. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കുകളെ കുറിച്ച് അത്ര ശ്രദ്ധിച്ച് കേൾക്കാറില്ല. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്പെസിഫൈഡ് ഇൻട്രസ്റ്റ് ഉള്ളവർ, പ്രത്യേക താല്പര്യമുള്ളവർ എന്ത് ചെയ്യും? അവർ ആ പെർക്കഷനാവും കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ആ പാട്ട് വിട്ടുപോകും. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അനുഭവം തരും, നമ്മളതിലേക്ക് ഏകാഗ്രമായിട്ട് ചെവി കൊടുത്താൽ. ഭട്ടതിരിപ്പാടിൻ്റെ ഇപ്പോഴത്തെ ഏകാഗ്രത നരസിംഹമൂർത്തിയെ കാണാനാണ്. അപ്പോൾ നരസിംഹാവതാരം അദ്ദേഹം കണ്ടതുപോലെ അങ്ങോട്ട് പകർത്തി തരികയാണ്. അത് പക്ഷേ ഞാൻ സുപ്രമെൻ്റൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വാക്കുകളെ കൊണ്ടോ ചിന്തകളെ കൊണ്ടോ ഒന്നും നമുക്കതിനെ ഒരിക്കലും ചിത്രീകരിക്കാനും സാധിക്കില്ല. നമുക്ക് എപ്പോഴായാലും അതെ, നമ്മൾ വിചാരിക്കും നമുക്കൊരു പരിമിതിയുണ്ട്. നമുക്കിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഡൈനാമിറ്റ് പൊട്ടണമെന്ന് മാത്രമേ അതിന് ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം വലിയ അനുഭവമുള്ളവരായിട്ട് ഉള്ളൂ നമ്മൾ. അങ്ങനെ ഒരു കോടിയോ 10 കോടിയോ 100 കോടിയോ ഡൈനാമിറ്റ് പൊട്ടിയാൽ മതി വെച്ചില്ല ഭഗവാന്റെ ഈ അനുഭവത്തിലേക്ക് എത്താൻ. അല്ലെങ്കിൽ ഒരു ആറ്റം ബോംബ് എന്ന് വിചാരിക്കും. ആറ്റം ബോംബ് നമുക്ക് അനുഭവമുള്ളതെങ്കിലും 2-3 തലമുറ മുമ്പ് അനുഭവം ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പം നമുക്കൊക്കെ അതിന് ഒരു പരിമിതിയുണ്ട്. ഇതിനൊക്കെ ആ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ അതിമാനുഷത്വം അതുകൂടി പറയണം. നരസിംഹാവതാരം വായിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതിമാനുഷത്വം നമുക്ക് ബോധ്യപ്പെടുക. ഇതുവരെ മഹാകവിയെന്നോ ജീനിയസ് ഭക്തൻ എന്നോ ഒക്കെ നമ്മൾ വിളിക്കും. അദ്ദേഹം ഒരു സൂപ്പർ ഹ്യൂമൻ ആവണത് ഇതാ ഈ നരസിംഹാവതാര വർണ്ണനയാണ്, സംശയമില്ല. പിന്നെ അത് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് രാസലീലയിലാണ്. അപ്പോൾ ഈ വർണ്ണന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്ര സപ്താഹത്തിലൊക്കെ നരസിംഹാവതാര സമയത്ത് ലൈറ്റൊക്കെ കെടുത്തി ആളുകളോട് ഉച്ചത്തിൽ നാമം ജപിക്കാൻ പറഞ്ഞ് അത് പ്രസൻറ്റ് ചെയ്ത് ദീപങ്ങളൊക്കെ കത്തിച്ച് പന്തമൊക്കെ കത്തിച്ച് അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ തന്നെ പലരും പറയുന്നു ഞങ്ങൾ ഭയന്നു പോയി എന്ന് പറയുന്നു. അതൊരു ഫാബ്രിക്കേറ്റഡ് സിറ്റുവേഷനാണ്, ആംബിയൻസാണ്, ഫാബ്രിക്കേറ്റഡ് ആംബിയൻസാണ്. അതിൽ തന്നെ ആളുകൾക്ക് ഭയമുണ്ടെങ്കിൽ അന്നത്തെ അവസ്ഥ ഇതായിരിക്കും. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ. സ്തംഭേ ഘട്ടയത പ്രയോഗം നോക്കൂ. സ്തംഭേ ഘട്ടയത, അതാ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അതിമാനുഷത്വം അവിടെയാണ് വരണത്. ആ ശബ്ദം അതങ്ങോട്ട് പ്രകടിപ്പിക്കുക, ആ ശബ്ദത്തോടു കൂടിയിട്ടുള്ള പ്രയോഗം തന്നെയാണ് പ്രസൻറ്റേഷൻ. ഘട്ടയത എന്ന് വെച്ചാൽ ഇതേവരെ പ്രയോഗിച്ചിട്ടില്ല, ഇടിക്കണ ശബ്ദം എന്നുള്ള, ഇടിക്കുക എന്നുള്ളതാണ് ഘട്ടയത.
സ്തംഭത്തിൽ ഘട്ടനം ചെയ്യുന്ന, ഇടിക്കുന്ന ഹിരണ്യകശിപോ കർണൗ, ഹിരണ്യകശിപുവിൻ്റെ 2 കർണപുടങ്ങളും സമാചൂർണയൻ, ചൂർണനം എന്ന് വെച്ചാൽ ക്രഷിങ്, കാതുകൾ രണ്ടും പൊടിയായി പോകുന്ന രീതിയിലുള്ള ശബ്ദം ആയിരിക്കുമല്ലോ. കാതുകൾ പൊടിയെന്ന് വെച്ചാൽ ശബ്ദം കൊണ്ടാണല്ലോ. ഇനി അവിടെ നിർത്തിയില്ല ശബ്ദത്തിൻ്റെ വർണ്ണന. ആഘൂർണ ജഗദണ്ഡ കുണ്ട കുഹരോ ഘോരസ്തവാഭൂദ്രവ. ആഘൂർണ ജഗദണ്ഡ കുണ്ട കുഹര. ആഘൂർണ എന്ന് വെച്ചാൽ വട്ടം തിരിക്കുന്നത്, ഘൂർണനം. ആഘൂർണൽ എന്നാണ് അതിനെ പിരിക്കുക. ഇങ്ങനെ കറങ്ങുന്ന, പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ജഗദണ്ഡ കുണ്ട കുഹര എന്ന് വെച്ചാൽ ജഗത്താകുന്ന ഒരു ഭരണി പോലെയുള്ള പാത്രം, അതിനെ കറക്കാൻ തക്കവണ്ണമുള്ള ശബ്ദം. നിശ്ചലമാണ്, അല്ലെങ്കിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാരണം തന്നെ കൂടുതൽ സ്പീഡിൽ കറങ്ങുന്ന തക്കവണ്ണമുള്ള കിട്ടുകിട്ട വിറപ്പിക്കുന്ന ജഗത്ത് മുഴുവൻ കടന്ന് കറങ്ങുന്ന രീതിയിലൊരു ശബ്ദമുണ്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി ആലോചിക്കുക. ഘോരസ്തവാഭൂദ്രവ. ഘോരമായൊരു ശബ്ദം അവിടുത്തെ ഉണ്ടായില്ലേ ഭഗവാനെ? ശബ്ദത്തെ നമ്മൾ എങ്ങനെയാണ് പോയി ഒരു ശബ്ദമുണ്ടായത് നമുക്ക് വേറെ ആളെ എക്സ്പ്രസ് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റുമോ? മാക്സിമം നമ്മളെന്താ പറയുക, ഠോ എന്നൊരു ശബ്ദം കേട്ടു. ഇതൊക്കെ നമ്മുടെ മാക്സിമം. ഒരു ശബ്ദം എങ്ങനെയായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ഭട്ടതിരിപ്പാടോടെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ആഘൂർണ ജഗദണ്ഡ കുണ്ട കുഹരോ ഘോരസ്തവാഭൂദ്രവ. ജഗത്ത് ജഗദണ്ഡ കുണ്ട കുഹരത്തെ, ജഗദണ്ഡ കുണ്ട കുഹരം എന്ന് വെച്ചാൽ, കുഹരം എന്ന് വെച്ചാൽ ഭരണി. ആ പ്രപഞ്ചം, ജഗദണ്ഡം എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ടം. ആ ബ്രഹ്മാണ്ട ഭരണിയെ ആഘൂർണൽ, കറക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഇതാ ഘോരസ്തവാഭൂദ്രവ. അതായത് ഭരണിയല്ല കറങ്ങണത്, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിലുള്ള വസ്തുതകളാണ് കറങ്ങണത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയണത്. പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കൾ കറങ്ങണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ പ്രപഞ്ചം മൊത്തത്തിൽ കറങ്ങുന്നത് കുഴപ്പമില്ല, പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളെ കിടന്നിങ്ങനെ വട്ടം കറക്കുന്ന രീതിയിലൊരു ശബ്ദമുണ്ടായെങ്കിൽ, ഒപ്പം കർണൗ സമാചൂർണയൻ, ഹിരണ്യകശിപുവിൻ്റെ കാതുകളെ തവിട്ട് പൊട്ടിയേക്കുക ശബ്ദം എന്നാണ്. കാരണം അദ്ദേഹം ഏറ്റവും അടുത്ത് നിൽക്കണത്, ക്ലോസ് റേഞ്ചിൽ കേൾക്കണത് അദ്ദേഹത്തിൻ്റെ കാതുകളെ തവിട്ട് പൊട്ടിയേക്കാൻ തക്കവണ്ണമുള്ളൊരു ശബ്ദം ഘോരമായതുണ്ടായി. ശ്രുത്വാ യം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം. ഇത് കേട്ടപ്പോൾ, യം ശ്രുത്വാ, യാതൊന്ന് കേട്ടപ്പോഴാണോ ദൈത്യരാജഹൃദയേ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, ദൈത്യരാജാവിൻ്റെ ഉള്ളിൽ, പൂർവം കഥാപ്യശ്രുതം, താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്നവൻ, തൻ്റെ അട്ടഹാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദമെന്ന് അഹങ്കരിച്ചിരുന്ന ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരം പോയി. അദ്ദേഹത്തെ പോലും ഭയക്കാൻ തക്കവണ്ണം, പേടിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള പൂർവം കഥാപി അശ്രുതം, ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം. കഥാപി പൂർവം അശ്രുതം, ഒരിക്കലും മുമ്പ് കേൾക്കാത്ത ഒരു ശബ്ദം. അദ്ദേഹത്തിൻ്റെ കാതുകൾ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ശബ്ദം അദ്ദേഹത്തിനെ പോലും അത്ഭുതപ്പെടുത്തിയെന്നാണ്. ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ, അദ്ദേഹത്തിനുള്ളിൽ എന്താണ്ടായത്? കമ്പക്കശ്ചന. കമ്പക്കശ്ചന വെച്ചാൽ എന്തോ തരത്തിലുള്ള ഒരു കമ്പം. കമ്പം എന്ന് വെച്ചാൽ ആനക്കമ്പം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? കമ്പം എന്നുള്ളത് ഒരു ഏറിയ വികാരം എന്നുള്ള അർത്ഥമേ ഉള്ളൂ അതിന്. കമ്പം എന്ന് വെച്ചാൽ 2 തരത്തിലുണ്ട്. കമ്പനം ചെയ്യിപ്പിക്കുന്നത്, പ്രകമ്പനം കൊള്ളിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഭയപ്പെടുത്തുന്നത്.
കമ്പക്കശ്ചന എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഭയമാണ്. സംശയത്തോടുകൂടിയ, സംശയത്തിൽ നിന്നുണ്ടാകുന്ന ഭയം, അതിനാണ് കമ്പെന്ന് പറയാം. ഭയം പലതരത്തിലുണ്ട്. നേരിട്ടുള്ള ഭയം ഉണ്ടായിരിക്കും, കാണുമ്പോഴത്തെ ഭയം ഉണ്ടായിരിക്കും, കേൾക്കുമ്പോഴത്തെ ഭയം ഉണ്ടായിരിക്കും. സംശയത്തിൽ നിന്നുണ്ടാകുന്ന ഭയം. പൂർവം കഥാപ്യശ്രുതം ഘോരസ്തവാഭൂൽ രവ. അങ്ങയുടെ ഇതുവരെ മുമ്പ് കേൾക്കാത്ത, എവിടെയും കേട്ടിട്ടില്ലാത്ത ആ ശബ്ദം കേട്ട് ഹിരണ്യകശിപു ഭയന്നു. കമ്പ കശ്ചന, ഏതോ തരത്തിലുള്ള ഭയം. സംപപാത, ആ ഹൃദയത്തിൽ വന്ന് അങ്ങോട്ട് പതിച്ചു എന്നാണ് ഭാഷ. നമ്മൾ പറയാറില്ലേ, ഹൃദയത്തെ ഇളക്കി മറിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനെ അങ്ങോട്ട് ശരിക്ക് പ്രഹരിച്ചു. എ ബിഗ് ഡെന്റ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഇളക്കി മറിച്ച രീതിയിലുള്ള ഒരു പ്രഹരം. സംപപാത, വന്നങ്ങോട്ട് ഇടിച്ചു എന്നാണ്. പതനം ചെയ്ത് ഇടിക്കുക, ഹൃദയത്തിൽ വന്ന് ഇടിക്കുന്ന രീതിയിലൊരു ഭയം അദ്ദേഹത്തിനുണ്ടായി. നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദം കേട്ട ടക്ക് എന്ന് നമുക്കൊരു രോമാഞ്ചം വരാറുണ്ട്, പേടിച്ചിട്ട്. മനഃപൂർവ്വം പേടിച്ചിട്ടുള്ളതല്ല അത്, നമുക്കങ്ങനെ ഭയം ഉണ്ടായിട്ടുമല്ല. പക്ഷേ ഈ ശബ്ദത്തോടു കൂടി ശരീരം റിയാക്ട് ചെയ്യണ ഒരു രീതിയുണ്ട്. ഇവിടെ ഇതാ അദ്ദേഹത്തിന് അതുപോലൊരു ഞെട്ടലുണ്ടായി. അത് പക്ഷെ അറിഞ്ഞുകൊണ്ടുള്ള ഞെട്ടലായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ, ഇതുവരെ കേൾക്കാത്ത ഘോരമായ ആ ശബ്ദം കേട്ടപ്പോൾ എന്തോ തരത്തിലുള്ള ഒരു ഭയം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് നിപതിച്ചു, വന്നു വീണു. പ്രഹരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ചലിതോപി അംഭോജഭൂർ വിഷ്ടരാൽ. അംഭോജഭൂഹു അപി, അംഭോജം താമര, അംഭോജഭൂഹു അംഭോജത്തിൽ നിന്നുണ്ടായവൻ, താമരയിൽ നിന്നുണ്ടായവൻ ബ്രഹ്മാവ്. വിഷ്ടരം എന്ന് വെച്ചാൽ, നിങ്ങൾ താന്ത്രികവും സ്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ വിഷ്ടരം എന്നൊരു പ്രയോഗമുണ്ട്. ശ്രാദ്ധം കൂട്ടുമ്പോൾ ബ്രാഹ്മണന്മാർക്കൊക്കെ ഉണ്ട്. ഇരിപ്പിടം എന്നാണ് അർത്ഥം. ആ വിഷ്ടകം എന്ന് വെച്ചാൽ ഇവിടെ സിംഹാസനം എന്നുള്ള അർത്ഥം. ചലിതോപി, അവിടുന്ന് അംഭോജഭൂഹു അപി ചലിത, വിഷ്ടരാൽ ചലിത. ഇരിപ്പിടത്തിൽ നിന്ന് ചലിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇരിപ്പിടത്തിൽ നിന്ന് കെട്ടിമറിഞ്ഞു വീണു എന്ന് ചുരുക്കം. ധ്യാനനിരതനായി സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മാവ്, അദ്ദേഹം ഈ ശബ്ദം കേട്ടിട്ട്, അദ്ദേഹത്തിനും ഈ കമ്പക്കശ്ചന എന്നുള്ളത് അവിടേക്കും കോട്ട് ചെയ്യാം, അദ്ദേഹത്തിനും ബാധകമാണത്. ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിനെ പോലും ചലിപ്പിച്ചുവെങ്കിൽ അംഭോജഭൂഹു അപി ചലിത, വിഷ്ടരാൽ ചലിത. അദ്ദേഹം പോലും കെട്ടിമറിഞ്ഞ് വീണുവെങ്കിൽ അദ്ദേഹം ഭയക്കാതിരിക്കുമോ? അങ്ങനെയുണ്ടല്ലോ. ഒരാൾ വീഴാൻ തക്കവണ്ണമുള്ളൊരു ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദത്തിൽ എത്ര ധൈര്യവാനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിനും ചെറിയൊരു ഭയം ഇല്ലാതിരിക്കില്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ, ബഭൂവയേന അണ്ഡകടാഹം അസ്ഫുടൽ ത്വര്യാദയ എന്ന് നാരദൻ പറഞ്ഞ വ്യാഖ്യാനം, പ്രയോഗമാണ് ഭട്ടതിരിപാടിലൂടെ വിസ്തരിച്ചത്. എന്ന് വെച്ചാൽ അര്യാദികളാകുന്ന ബ്രഹ്മാക്കന്മാർ, ബ്രഹ്മാദി ലോകപാലന്മാരൊക്കെ ഇതോടുകൂടി ഭയന്നു എന്ന് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ശബ്ദമൊക്കെ ചിന്തിക്കാനും പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഒരു പരിമിതിയുണ്ട്. കാർമേഘങ്ങളെ ഭയങ്കര ഇടിവെട്ട് കേട്ടു എന്നൊക്കെ പറയാമെന്നല്ലാതെ, ഇടിവെട്ടുകൊണ്ട് ഒരു തവണ കേട്ടാൽ പേടിക്കുന്നല്ലാതെ രണ്ടാമത്തെ നമ്മളൊന്നും അങ്ങനെ പേടിക്കാറൊന്നുമില്ല ഇടിവെട്ടുന്ന ശബ്ദം കേട്ടാൽ. പക്ഷെ ഇതിപ്പോൾ എത്ര ഇടിവെട്ടലിൻ്റെ ശബ്ദമായിരിക്കും ബ്രഹ്മാവിനെ ഇളക്കി മറിച്ച് ചോട്ടിൽ കേട്ടണമെങ്കിൽ, ഹിരണ്യകശിപുവിൻ്റെ നിർഭയനായ ധിക്കാരിയായ അദ്ദേഹത്തിന് പോലും ചെറിയൊരു ഭയമുണ്ടാക്കി ആ ശബ്ദമെങ്കിൽ, ശബ്ദത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ ക്യാരക്ടർ, സ്വഭാവം എന്തായിരിക്കും? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കണ്ടതുപോലെ അനുഭവപ്പെടുത്തുന്ന രീതിയിലാണ് ഭട്ടതിരിപാട് വർണ്ണിച്ചിരിക്കുന്നത്. ആ ശബ്ദപ്രയോഗം തന്നെ അതായത് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ. ഹിരണ്യകശിപുവിൻ്റെ കർണങ്ങളെ ചൂർണനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്തോ സംഭവിച്ചു. ആ ഹിരണ്യകശിപുവിൻ്റെ കർണങ്ങളൊക്കെ പൊടിഞ്ഞു പോയി സ്തംഭത്തിലിടിക്കുന്ന സമയത്ത്.
ആഘൂർണ ജഗദണ്ഡ കുണ്ഡ കുഹരോ ഘോരസ്തവാഭൂദ്രവ. ജഗത്താകുന്ന ആ ഭരണിയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കിടന്ന് വട്ടം കറങ്ങുന്ന രീതിയിൽ ഗംഭീരമായിട്ടുള്ളൊരു ശബ്ദം അവിടുത്തെ കേട്ടു. ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം. ആ ദൈത്യരാജന് പോലും ഉള്ളിൽ സംശയമായി ഇതിനു മുമ്പ് കേൾക്കാത്ത ശബ്ദത്താൽ. കമ്പ കശ്ചന സംഭപാത ചലിതോപ്യംഭോജഭൂർവിഷ്ടരാൽ. ബ്രഹ്മാവ് പോലും തൻ്റെ സിംഹാസനത്തിൽ നിന്ന് വീണു. ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലേക്കൊരു ഭ്രമം, ഭയം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.